ആയുർദൈർഘ്യ പട്ടികയിൽ സ്ഥിരമായി 1-ാം സ്ഥാനത്താണ് ജപ്പാൻ. ഇന്നും ഈ ജപ്പാനിലെ നിരവധി പൗരന്മാർ തങ്ങളുടെ 80കളിലും 90കളിലും ജീവിക്കുന്നുണ്ട്. ഭക്ഷണക്രമം, ജീവിതശൈലി, ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം, മാനസികാവസ്ഥ, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങി ഒന്നിലധികം ഘടകങ്ങൾ ജപ്പാനിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണങ്ങളാണ്. ജപ്പാൻകാരുടെ മികച്ച ജീവിതശൈലിയും ഇതിന് പിന്നിലെ ഒരു പ്രധാന കാരണം തന്നെയാണ്. 80% വയറു നിറയുന്നതുവരെ മാത്രം ഭക്ഷണം കഴിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ജാപ്പനീസ് തത്വചിന്തയായ ഹരഹച്ചിബു പിന്തുടരുന്നവരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജനവിഭാഗങ്ങളിലൊന്നായ ജപ്പാനിലെ ഒക്കിനാവയിലുള്ളവർ. പ്രധാനമായും ഒക്കിനാവയിൽ നടപ്പിലാക്കുന്ന ഈ ലളിതമായ ആശയം പ്രദേശത്തിന്റെ ദീർഘായുസ്സിനും മികച്ച ആരോഗ്യത്തിനും പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. ഹരഹച്ചിബു എന്ന വാചകം പഴയ കൺഫ്യൂഷ്യനിസത്തിൽ നിന്നാണ് വരുന്നത്. പൂർണ്ണമായും വയറ് നിറയുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ ഓർമ്മിപ്പിക്കുന്ന ഒരു തത്വചിന്തയാണിത്. ഇതൊരു ചെറിയ ശീലമായി തോന്നാമെങ്കിലും ഈ തത്വചിന്ത അച്ചടക്കം, പൂർണ്ണമായ ശ്രദ്ധ, സന്തുലിത ജീവിതം എന്നിവയിലേക്കുള്ള ആഴമേറിയ സാംസ്കാരിക സമീപനത്തെ പ്രതിനിധീകരിക്കുന്നു. ഭക്ഷണം ശരീരത്തെ ഭാരപ്പെടുത്തുന്നതിന് പകരം പോഷിപ്പിക്കണം എന്ന വിശ്വാസമാണ് ഹരഹച്ചിബുവിന്റെ കാതൽ. ആളുകൾ വയറു നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നത്. ഇതോടെ ആമാശയം വലുതാവുകയും ശരീരം ആവശ്യത്തിലധികം കലോറി ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു. നേരെ മറിച്ച് വിശക്കുമ്പോൾ 80% മാത്രം ഭക്ഷണം കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ലഘുവായും കാര്യക്ഷമമായും നിലനിർത്തുന്നു. അനാവശ്യമായ സമ്മർദ്ദം സൃഷ്ടിക്കാതെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാൻ ഇത് അനുവദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ 100 വയസ്സ് പ്രായമുള്ളവരുള്ള സ്ഥലമായി ഒക്കിനാവ മാറുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഹരഹച്ചിബുവിന്റെ മറ്റൊരു പ്രധാന ഘടകം പൂർണ്ണമായ ശ്രദ്ധ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് TV കണ്ടും ഫോണിൽ സ്ക്രോൾ ചെയ്തും തിടുക്കത്തിലുമൊക്കെയാണ് ആളുകൾ ഭക്ഷണം കഴിക്കുക. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ പതുക്കെ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധാപൂർവം ചവയ്ക്കാനും വിശപ്പിന്റെയും വയറു നിറയുന്നതിന്റെയും സൂചനകളിൽ ശ്രദ്ധ ചെലുത്താനുമാണ് ഒക്കിനാവയിലെ ഈ രീതി പ്രോത്സാഹിപ്പിക്കുന്നത്. ആളുകൾ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ശരീരം എപ്പോഴാണ് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചതെന്ന് അവർക്ക് സ്വാഭാവികമായും മനസ്സിലാകും. ഈ രീതി ഭക്ഷണവുമായുള്ള ആരോഗ്യകരമായ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വൈകാരികമോ അശ്രദ്ധമോ ആയ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജാപ്പനീസ് മൂല്യങ്ങളായ ആത്മനിയന്ത്രണവും മിതത്വവും ഹരഹച്ചിബു പ്രതിഫലിപ്പിക്കുന്നു. പൂർണ്ണമായ സംതൃപ്തി ലഭിക്കുന്നതിന് മുൻപ് ഭക്ഷണം നിർത്തുന്നതിലൂടെ ആളുകൾ അവരുടെ ശരീരത്തോടും അവർ കഴിക്കുന്ന ഭക്ഷണത്തോടും ബഹുമാനം കാണിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ കലോറി നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഹരഹച്ചിബുവിന് പിന്തുണയാണ് നൽകുന്നത്. പരിമിതമായതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും വാർദ്ധക്യ പ്രക്രിയയെ പോലും മന്ദഗതിയിലാക്കാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വരെ കാണിക്കുന്നത്. ഒക്കിനാവക്കാർ പരമ്പരാഗതമായി പച്ചക്കറികൾ, മധുരക്കിഴങ്ങ്, ടോഫു, മത്സ്യം തുടങ്ങിയ കുറഞ്ഞ കലോറിയും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ഇതിനോടൊപ്പം ഹരഹച്ചിബു കൂടി പിന്തുടരുന്നതിനാൽ ഈ ഭക്ഷണക്രമം അവരെ ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് വിട്ടുമാറാത്ത രോഗങ്ങളുടെ നിരക്ക് കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ജാപ്പനീസ് തത്വചിന്ത ലോകമെമ്പാടുമുള്ള ആളുകളെ ആരോഗ്യകരവും കൂടുതൽ ശ്രദ്ധയോടുള്ളതുമായ ജീവിതം നയിക്കാൻ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.